പറഞ്ഞല്ലോ സാർ, അതുപോലെ രുദ്രാക്ഷം ധരിക്കുന്നത് നമുക്ക് ശരിയായിട്ടുള്ള പ്രയോജനം ലഭിക്കാനാണ്. അപ്പം ശരിയായിട്ടുള്ള ആ ഒരു ഗുണം ലഭിക്കാൻ നമ്മൾ എങ്ങനെയാണ് ധരിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത്? സാധാരണ ആളുകൾ അവൈലബിൾ ആയിട്ടുള്ള രുദ്രാക്ഷം വാങ്ങിച്ച് എടുത്ത് ധരിക്കും. അങ്ങനെയാണ് പറ്റുള്ളൂ. കാരണം പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന 5 മുഖ രുദ്രാക്ഷമാണ് എല്ലാവരും തേടി നടക്കുന്നത്. അതൊരു എന്തോ കാരണം കൊണ്ട് അറിയാമെന്ന് നമ്മൾ കരുതുന്ന ആളുകൾ, ആചാര്യന്മാരായിട്ടുള്ളവരൊക്കെ എല്ലാവർക്കും ധരിക്കാമെന്ന് പറഞ്ഞ് എന്തോ ഒരു ആശംസിച്ച് വെച്ചേക്കാണ് 5 മുഖത്തിനെ. കുറ്റം പറയാൻ വയ്യ, പ്രകൃതിയുടെ നിശ്ചയവും അതുപോലെയാണ്. കാരണം എന്താ വെച്ചാൽ 99% ഉണ്ടാവുന്നത് 5 മുഖമാണ് പ്രകൃതിയിൽ. മിക്കവരുടെ വീടുകളിലും ഒക്കെ ഉണ്ടാവുന്നത് 5 മുഖം ഉണ്ടാവുന്നത്. നേപ്പാളിൽ ഉണ്ടായാലും 5 മുഖം തന്നെ ഉണ്ടാവണം. നമ്മൾ നേപ്പാളിലെ രുദ്രാക്ഷങ്ങൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അവിടെ നിന്ന് കിട്ടുന്നതും 5 മുഖമാണ് കൂടുതലുണ്ടാവുക. അപ്പോൾ അത് ധരിക്കുമ്പോൾ ഒരു 5 മുഖ രുദ്രാക്ഷം മാത്രം ധരിച്ചുകൊണ്ട് പോയിട്ട് ഞാൻ വിചാരിച്ച എല്ലാ കാര്യവും നടക്കണമെന്ന് കരുതിയാൽ ആവില്ല. കാരണം സഫിഷ്യൻറ്റ് പവറില്ല. ഒരു വ്യക്തി ആ വ്യക്തിയുടെ ഓറ പവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ച ഏതെങ്കിലും ഒരു പവർ അവർക്ക് കിട്ടാൻ പറ്റുള്ളൂ. ഇപ്പോൾ സാധാരണ ഒരു വ്യക്തിക്ക് ഒരു 8 അടി ഓറയാണുള്ളതെന്ന് വിചാരിക്കും. ആ ഓറയുടെ ഉള്ളിൽ നിൽക്കുന്ന ചെറിയ ഓറയുള്ള ഒരു രുദ്രാക്ഷമാണ് 5 മുഖം. ആ 5 മുഖം ഒരെണ്ണം കൊണ്ടുവന്ന് അവർ ധരിച്ചു കഴിഞ്ഞാൽ ഇവരുടെ മുഴുവൻ ഓറയിലേക്കും അത് വ്യാപിക്കുന്നില്ല. അവരുടെ ഓറയിലേക്ക് വ്യാപിച്ച് നിന്ന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വലിയ രുദ്രാക്ഷം ധരിക്കണമെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു കൊടുക്കും അവർക്ക്. അപ്പോൾ അതവർ പറയുകയാണോ, അയ്യോ ഇത് എനിക്കിഷ്ടമൊക്കെ ഉണ്ട്, പക്ഷേ ഇത്രയും പൈസ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഈ മുഖം മേടിക്കാൻ ഞാൻ തപ്പി നടന്നിട്ട് എനിക്ക് കിട്ടണില്ല, ദുർലഭമാണ്. കോസ്മോക്കിയിൽ ഉണ്ടെങ്കിലും പക്ഷേ എനിക്ക് അത് വന്ന് വാങ്ങിക്കാൻ എനിക്ക് ഇത്രയും പൈസ താങ്ങില്ല. അപ്പോൾ അവർക്ക് എഫക്റ്റീവ് ആയില്ല. അപ്പോൾ എഫക്റ്റീവ് ആക്കണം എന്നുണ്ടെങ്കിൽ ഇനിയൊരു സൂത്രമേ ഉള്ളൂ. അവർ 5 മുഖത്തിൻ്റെ മാല ഉണ്ടാക്കി ധരിക്കണം. ആ മാല എണ്ണം വിട്ടേക്കൂ. ആ എണ്ണം നമുക്ക് ശാസ്ത്രത്തിൽ പറഞ്ഞ എണ്ണം പ്രായോഗികമല്ലെന്നാണ് കണ്ടേക്കണേ. കാരണം 300 ധരിച്ചാൽ അധമാണ്, 500 ധരിച്ചാൽ മധ്യമാവുള്ളൂ, 1000 ധരിക്കണമാണ് ഉത്തമം എന്ന് പറഞ്ഞേക്കണത്. ആ വാക്കിൻ്റെ അർത്ഥത്തിൽ എടുക്കണ്ട. മാക്സിമം എണ്ണം ധരിക്കുന്നത്, എണ്ണം കൂടുതലെടുത്തിട്ടുള്ള മാല ഉണ്ടാക്കിയാൽ അത് അത്രയും മാക്സിമം ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. അതെ അതെ. അപ്പോഴും ഋഷിമാർ ചെയ്യണതിൽ നമ്മൾ പടങ്ങളിൽ കാണുകയോ ഇപ്പം നമ്മുടെ സ്വാമിമാർ ധരിക്കുകയൊക്കെ ചെയ്യണതിൽ ഒരു ചെറിയ ന്യൂനതയുണ്ട്. അത് സ്വാമിമാരായാലും ശരി സാധാരണക്കാരായാലും ശരി ശാസ്ത്രത്തിൻ്റെ നിയമം ഒന്ന് തന്നെയല്ലേ. അപ്പോൾ അവർക്ക് വെറുതെ നൂലിൽ കോർത്തിട്ടേക്കണം നമ്മൾ കാണുന്നത് പലരുടെയും. അല്ലാത്തവരുണ്ട്, വലിയ സമ്പന്നരായിട്ടുള്ള സ്വാമിമാരുടെ വലിയ ആശ്രമങ്ങളിലെ സ്വാമിമാരൊക്കെ അത് സ്വർണ്ണത്തിൽ കെട്ടിയിട്ടും വെള്ളിയിൽ കെട്ടിയിട്ടും ഒക്കെയാണ് ഇട്ടേക്കുന്നത്. അങ്ങനെ ചെയ്യണം. സ്വർണ്ണത്തിലോ വെള്ളിയിലോ ചെമ്പിലോ കെട്ടിയിട്ട് ധരിച്ചാൽ മാത്രമേ രുദ്രാക്ഷം പ്രവർത്തിക്കുകയുള്ളൂ. അതുകൊണ്ടായില്ലല്ലോ. അതിൻ്റെ പൊളാരിറ്റി നോക്കണം. ഓരോ കായലും ഇലക്ട്രിക് ചാർജ് ഉള്ളതാണെങ്കിൽ ആ ഇലക്ട്രിക് ചാർജ് ഉള്ള സാധനത്തിന് ഫേസും ന്യൂട്രലും ഉണ്ട്. അതിന് പ്ലസും മൈനസും 2 പോളുകളുണ്ട്. ആ പോളുകൾ മനസ്സിലാക്കിയെടുത്ത് പുച്ഛം പുച്ഛേന യോജേത് മുഖം മുഖേന യോജേത് എന്നൊരു ശ്ലോകമുണ്ട്. ആ ശ്ലോകം അനുസരിച്ചിട്ട് അതിൻ്റെ വാലും തലയും പരിശോധിച്ച് വാല് വാലോടോ തല തലയോടോ അഭിമുഖം വരാൻ പാകത്തിന് വിദഗ്ധനായിട്ടുള്ള സ്വർണ്ണപ്പണിക്കാരൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഗോൾഡ് സ്മിത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തത് കെട്ടിച്ച് വാങ്ങിച്ച് ഓരോ മുത്തും അങ്ങനെ തന്നെയാണെന്ന് ഉറപ്പിച്ചതിന് ശേഷം ഒരു മാല ഉണ്ടാക്കിയാൽ ഇതേ മാല ഒരു 30 മുത്തുള്ളത് ഒരു 40 അടി 50 അടി ഓറയുള്ള മാലയായിട്ട് മാറും. ഒരു രുദ്രാക്ഷം ധരിച്ചിരുന്നപ്പോൾ കേവലം ഒരു 1-2 അടി ഓറ മാത്രം കിട്ടിയിരുന്ന ആൾ 8 അടി ഓറയുള്ള ആൾ ഒരു 50 അടി ഓറയുള്ള രുദ്രാക്ഷം ധരിച്ചാൽ ആളുടെ 8 അടി ഓറയും ഈ രുദ്രാക്ഷത്തിൻ്റെ 50 അടി ഓറയും കൂടി മെർജ് ചെയ്ത് അയാളുടെ ഓറ വലിയ ഓറയായിട്ട് എക്സ്പാൻഡഡ് ആവും. 50 അടി ഓറയുള്ള ഒരാൾ നടന്നാൽ മതി, അയാൾക്ക് അനുകൂലമായിട്ട് പ്രകൃതിയിൽ നിന്ന് ഇങ്ങനെ എനർജി കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഒരു രുദ്രാക്ഷം ധരിച്ചിട്ടുണ്ട്, എനിക്കൊന്നും പ്രയോജനം കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമില്ല. അവർ എഫക്റ്റീവായിട്ട് ധരിച്ചിട്ടില്ല. അത് ഒരു രുദ്രാക്ഷം വേറൊരാൾ ധരിച്ചിട്ടുണ്ട്, അയാൾക്ക് ഭയങ്കര എഫക്റ്റീവ് ആയല്ലോ എന്ന് പറയുമ്പോൾ അയാൾ ധരിച്ചേക്കുന്നത് 14 മുഖ രുദ്രാക്ഷമായിരിക്കും. ആ 14 മുഖ രുദ്രാക്ഷത്തിന് ഓൾറെഡി ഒരു പീസിന് തന്നെ ഉണ്ട് 40 അടി ഓറ. ഈ ലൈവായിട്ടുള്ള ഈ രുദ്രാക്ഷം കുറച്ച് കഴിയുമ്പോൾ ഡെഡായി പോകാറുണ്ടോ? ഉറപ്പായിട്ടുണ്ട്. നല്ല ചോദ്യം. ഞാൻ ഇത് മുമ്പ് കൊടുത്ത ആളുകളിൽ ആദ്യകാലത്തൊക്കെ അവർ വളരെ ഉത്സാഹത്തോടു കൂടി ഇതിൻ്റെ നാൽപ്പാമര കഷായത്തിൽ ശുദ്ധി ചെയ്യലും അതിന് എണ്ണയിലിട്ട് മെയിൻ്റനൻസ് ചെയ്യലും ആ വക കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. പിന്നീട് അങ്ങനെ ലൂസായി, അവരത് ചെയ്യാണ്ടായി തുടങ്ങി. അവരതിൽ വേണ്ട ഗൗരവം കൊടുക്കാണ്ടായോ. അങ്ങനെ വരണ സമയത്ത് അവർക്ക് സിദ്ധമാല കൊടുത്തിട്ടുള്ളവരുണ്ട്, 5 മുഖത്തിൻ്റെ വലിയ മാല കൊടുത്തിട്ടുള്ളവരുണ്ട്, കോമ്പിനേഷനിൽ പല മുത്തുകൾ കൂട്ടിച്ചേർത്ത് കൊടുത്തിട്ടുള്ളവരുണ്ട്. അവരുടെ എപ്പോഴും നോക്കുമ്പോൾ കാണാം, ലൈവായിട്ട് നിൽക്കുമ്പോൾ പോലും അവർ പുതിയതായിട്ട് കൊണ്ടുപോയ ആളുകൾ പോലും 2 ആഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ അവരെ കാണേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ നോക്കിയാൽ അറിയാം അവർ ജീവിതത്തിൽ ഏറ്റവും സ്ട്രഗിൾ ചെയ്തത് ഏത് ഗ്രഹവുമായിട്ടാണോ
ആ ഗ്രഹത്തിൻ്റെ രുദ്രാക്ഷം വളരെ ഭംഗിയായിട്ട് കാണാം. അതായത് ആ ഒരു കേടുപാടുകൾ മാറിയ ഒരു ഇതാണ്. അത് കഴിയുമ്പോൾ രുദ്രാക്ഷം അത് രുദ്രാക്ഷം പോവാൻ നോക്കണ പോലെ കാണുന്നു. അതിന്റെ അർത്ഥം അത് ഏറ്റവും കൂടുതൽ ഈ വിഷയത്തിൽ അത് സ്ട്രഗിൾ ചെയ്യുന്നു. അയാളെ ബാലൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി രുദ്രാക്ഷം എന്തോ പണിയെടുക്കുന്നത് കൊണ്ട് രുദ്രാക്ഷത്തിന് കൂടുതൽ ഫീലിംഗ് ചെയ്യണം, ക്ഷീണം വന്നു വേണം വിചാരിക്കാൻ. അല്ലാതെ ഒരു യുക്തിയും നമുക്ക് കാണാനില്ല. പക്ഷെ അപ്പോൾ ആ ദോഷം മാറിയെന്ന് വിശ്വസിക്കാം. ദോഷം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിനനുസരിച്ച് മുഴുവനൊന്നും മാറിയിട്ടുണ്ടാവില്ല. അയാൾ ഫീഡ് ചെയ്യണം. അപ്പോൾ രുദ്രാക്ഷത്തിന് അയാൾ സമയവും കാലവും ഒന്നും നോക്കാതെ നാൽപ്പാമരത്തിൽ ഇടുകയോ എണ്ണയിലിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ ആ മോശമായെന്ന് തോന്നുന്ന നല്ലെണ്ണയാണോ, നല്ലെണ്ണ ആവാം, എന്ത് എഡിബിളായിട്ടുള്ള ഏത് എണ്ണയും നല്ലതാണ്. എള്ളെണ്ണ ആവാം, വെളിച്ചെണ്ണ ആവാം, ആൽമണ്ട് ഓയിൽ ആവാം. നെയ്യ് കട്ടിയല്ലേ, പെനട്രേറ്റ് ചെയ്ത് അകത്തേക്ക് പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഓയിൽ വേണം. അപ്പോൾ ആളുകൾ പാലിലിട്ടു എന്നൊക്കെ പറഞ്ഞേക്കാം. പാലൊന്നും ഇതിലുള്ള അതൊന്നും ഇതിൽ പദ്ധതിയിലുള്ളതല്ല. ഗോമൂത്രം ആവാം, നാടൻ പശുവിൻ്റെ ഗോമൂത്രം ആവാം, പഞ്ചഗവ്യമാവാം, പഞ്ചഗവ്യം എല്ലാം കൂടി കൂടി ചേർത്ത പഞ്ചഗവ്യം അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിൽ നല്ലതാണ് ശുദ്ധി ചെയ്യാൻ. അങ്ങനെ വേറെ കുറേ കാര്യങ്ങളുണ്ട്. അത് പക്ഷേ പ്രായോഗികമല്ല. അതുകൊണ്ടാണ് നമ്മൾ നാൽപ്പാമര കഷായം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എണ്ണയിലിട്ട് കറക്റ്റായിട്ട് മെയിൻ്റനൻസ് ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ ഇവർക്ക് എഫക്റ്റീവായിട്ട് വരില്ല അത്. അപ്പോൾ ഏറ്റവും നല്ല കറക്റ്റായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു കൺസൾട്ടേഷൻ ചെയ്തിട്ടുണ്ടായാൽ അവർക്ക് എഫക്റ്റീവ് ആവും. അതാണ് നമ്മൾ മാക്സിമം നമ്മൾ ആളുകൾക്ക് സർവീസായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെയാണ് അറിയാൻ സാധിക്കുക അത് ലൈവായിരുന്നത് ഡെഡായി എന്ന് എങ്ങനെയാണ് അറിയുന്നത്? നമുക്ക് പുറമേ നിന്ന് കാഴ്ചയൊന്നും മനസ്സിലാവില്ലല്ലോ. രുദ്രാക്ഷം ഡെഡായത് അറിയാൻ വേണ്ടിയിട്ട് അത് നരച്ച് പോയിട്ടുണ്ടാവും. അത് കറുപ്പ് നിറമായി, കറുപ്പ് നിറമല്ല, അത് ഡ്രൈ ആയിട്ട് ബാക്കി അതിൻ്റെ കൂടെ നിൽക്കുന്ന സാധനങ്ങൾ ഓയിലി ആയിട്ട് കാണുമ്പോൾ ആ പോയിന്ന് നമുക്ക് തോന്നുന്ന കായകൾ വളരെ ഡ്രൈൻഡായിട്ട് വരണ്ടതായിട്ട് കാണും. അപ്പോൾ അതിനൊരു വരണ്ടതിനൊരു കളറുണ്ട്, ഒരു കളർ ചേഞ്ച് ഉണ്ട്, ഫെയ്ഡായ കളർ. കാണാൻ പറ്റും, ആളുകൾക്ക് സാധാരണ ആളുകൾക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഫെയ്ഡായി കഴിഞ്ഞാൽ അതിലപ്പം തന്നെ ഓയിലിട്ട് കൊടുത്താൽ മതി. അത് ഓയിലിൽ ഡിപ്പ് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ ബ്രഷ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയോ റെഗുലറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് റിട്ടേൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡെഡായി വരുന്ന സംഭവം തിരിച്ച് ലൈവ് ആക്കാൻ പറ്റുമോ? പറ്റുമല്ലേ? അല്ല, എടുത്ത് കളയേണ്ട ആവശ്യമില്ല. ആദ്യം എടുത്ത് കളയണത് ബുദ്ധിയല്ല. കാരണം അത് അല്പമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് വീണ്ടും കുറച്ചൊന്ന് പിടിച്ചു കയറ്റി കൊണ്ടുവരാൻ പറ്റുന്നതാണല്ലേ. അങ്ങനെ കുറേ കാലം കൂടെ അത് കൊണ്ടുപോകാൻ സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വാങ്ങിക്കുമ്പോഴേ ശ്രദ്ധിക്കണം, ശരിക്കും ലൈവായിട്ടുള്ളത് അത് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അതെന്താ വെച്ചാൽ ആ ആളുകൾ എഫക്റ്റീവ് ആവാതെ രുദ്രാക്ഷം ധരിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണം ഇതാണ്. കോസ്മോക്കിൽ നിന്ന് വില പറഞ്ഞു, അല്ലെങ്കിൽ അത് വാങ്ങിക്കാൻ തീരുമാനിച്ചതായിരുന്നു. യാദൃശ്യമായിട്ട് എന്തോ കാരണം കൊണ്ട് അവർക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല. അപ്പോൾ അവരൊന്ന് സെർച്ച് ചെയ്തപ്പോൾ ഈ പറഞ്ഞ വിലയില്ല പല സ്ഥലത്തും. അത് കൊള്ളാലോ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചാൽ പോരെ. then അവിടെ നിന്ന് വാങ്ങിച്ചു. എനിക്ക് ഏറ്റവും ലാസ്റ്റ് ഒരു പയ്യൻ, എന്നോട് വളരെ ഇഷ്ടമുള്ളൊരു പയ്യൻ എൻ്റെ അടുത്ത് അങ്ങനെ വാങ്ങിച്ച ഒരു വലിയ രുദ്രാക്ഷം കൊണ്ടുവന്നു. 12 മുഖ രുദ്രാക്ഷം, വലിയ സൈസിലുള്ളത്. അത് കോസ്മോക്കിൽ നിന്ന് ചാർജ് ചെയ്യുകയാണെങ്കിൽ ഒരു 30,000 രൂപ ചാർജ് ചെയ്യാവുന്ന തരം ഒരു പർട്ടിക്കുലർ പീസാണ്, റെയറാണ്. അത് കൊണ്ടുവന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, സാർ ഇത് ഞാൻ ഇന്ന സൈറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്, അപ്പോൾ ഇതൊന്ന് നോക്കി പറഞ്ഞു തരാമോ, നല്ലതാണോ ചീത്തയാണോ? അപ്പോൾ സത്യം വിട്ടിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല നമുക്ക്. ഞാൻ വെച്ച് നോക്കിയിട്ട് അതിന് എനർജി കാണിക്കുന്നില്ല. അതിൻ്റെ കൂടെ ഒരു 2 എണ്ണം വേറെ ഉണ്ട്, അത് നല്ല സൂപ്പർ സാധനങ്ങളാണ്. ഇതിനും നോർമൽ നോക്കുമ്പോൾ നമുക്ക് സൂപ്പർ സാധനമാണ്, വലിയ സൈസിലുള്ളതാണ്, നല്ല ഷേപ്പുള്ളതാണ്, നല്ലൊരു സൂപ്പർ കായ. അതിന് ഞാനിട്ടാൽ ഇത്ര പൈസ ഇടിഞ്ഞ് അത്രയും വിലയ്ക്കാണ് നമുക്കത് വരിക. അളവ് നോക്കിയിട്ടാണ് അങ്ങനെ വരണത്. ഓരോ അളവിൻ്റെ സ്കെയിലുണ്ട്. ആ സ്കെയിലിനനുസരിച്ച് ഇത്ര മുതൽ ഇത്ര വരെയുള്ള ഉള്ളതിന് ഇത്ര രൂപ, ഇത്ര മുതൽ ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളാണ് അവരോട് പറഞ്ഞേക്കുന്നത് ഏറ്റവും മുന്തിയത്തെ നമുക്ക് വേണ്ടു. വിലയിൽ ഞങ്ങൾ കോംപ്രമൈസിനൊന്നുമില്ല, ഞങ്ങൾ അവരോട് ബാർഗെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾ നല്ല സാധനം തരണം, വില തരാം. ഞാനത് നമ്മുടെ ആളുകൾക്ക് അവർക്ക് എഫക്റ്റീവ് ആവണം, ഞാൻ കൊടുക്കുന്നു. അപ്പോൾ ഈ കായന് പക്ഷേ എനർജി കാണിക്കുന്നില്ല, ഫിസിക്കൽ അപ്പിയറൻസ് ഒക്കെ എന്തായിരിക്കുന്നത് എനിക്ക് ഒറ്റ നോട്ടത്തിൽ ഒന്നും പറയാനില്ല. അങ്ങനെ ഞങ്ങളതിൽ ഈ വെള്ളത്തിലിട്ട് നോക്കുന്ന ഒരു ടെസ്റ്റ് നടത്തി. ഒരു ടെസ്റ്റ് അതാ, വെള്ളത്തിലിട്ട് നോക്കിയപ്പോൾ അത് പൊങ്ങി കിടക്കും. അപ്പോൾ മനസ്സിലായി കാര്യം, നമുക്ക് എല്ലാം കൊണ്ട് അപ്പിയറൻസ് കൊള്ളാമെങ്കിലും ഇതിൻ്റെ അകത്തെ പരിപ്പുകളൊന്നുമില്ല. അതുകൊണ്ടാണ് നമുക്ക് എനർജി കാണിക്കാത്തത്. നമുക്ക് ലേമാന് പറ്റുമെന്ന് എനിക്കറിയില്ല. നമുക്കത് എൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളെയൊക്കെ അവർ വാങ്ങിക്കുന്ന കായിൻ്റെയും അവിടെ ഇരിക്കുന്ന ഏത് കായിൻ്റെയും എനർജി ലെവൽ, ഓറ എത്ര വരെ ഉണ്ടെന്ന് നമുക്ക് അവരെ ഫീൽ ചെയ്യിപ്പിച്ച് കൊടുക്കാൻ പറ്റാറുണ്ട്. എക്സിബിഷനിൽ എനിക്കൊരു
ഹരമുള്ള ഏർപ്പാടായിരുന്നു. വരണ ആൾ ആരെയും നമുക്കത് കാണിച്ചു കൊടുക്കാൻ പറ്റും. ചില നക്ഷത്രത്തിൽപ്പെട്ട ആളുകൾ, വളരെ ലോജിക്കലായിട്ടുള്ള ആളുകൾ, അവർക്ക് മാത്രമാണ് അത് ഫീൽ ചെയ്യാതെ പോകാറ്. അതിനുമുണ്ട് ശാസ്ത്രം. ആ ചില നക്ഷത്രക്കാർക്ക് അതവർ വളരെ ലോജിക്കലായിട്ടുള്ള ആളുകളായിരിക്കും, ലോജിക്കൽ മൈൻഡ് ഉള്ളവരായിരിക്കും. ഫീലിങ്സ് കുറയും. അവർ ഫീലിങ്സിൽ കൂടെ അല്ല വിശ്വസിക്കുന്ന കാര്യങ്ങൾ ലോജിക്കലായിട്ടാണ്. അങ്ങനെയുള്ളവർക്ക് ഈ ഫീലിംഗ് കിട്ടില്ല. പക്ഷെ ബാക്കി എല്ലാവർക്കും അത് സ്വാഭാവികമല്ലേ, നമുക്കതൊന്നും പറയാൻ പറ്റില്ല. അവരെ നമ്മൾ വിട്ടു തൊഴുതു ഈശ്വര, അത്രേ നമുക്ക് പറയാൻ പറ്റും. ശരിക്കും ഒരു രുദ്രാക്ഷം നമ്മൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം ഇത് ഒതന്റിക് ആയിട്ടുള്ള ഒരു സ്ഥലത്തുനിന്ന് വാങ്ങിക്കാനായിട്ടാണ് എല്ലാവരും ചിന്തിക്കാൻ. കോസ്മോക്കിൽ നിന്ന് തന്നെ വാങ്ങിക്കണം എന്ന് ഞാൻ പറഞ്ഞില്ല. ഓക്കെ, ഓതന്റിക് ആയിരിക്കണം. ആ ആൾ ഇത് കഴിഞ്ഞ് ചടപടയെന്ന് വിട്ടു പോണ ആളാവുന്നുണ്ട്. അതുപോലെ ഇത് നമുക്ക് തന്നിട്ട് ഇൻസ്റ്റാൾമെൻറ്റ് തരാം, ഇൻസ്റ്റാൾമെൻറ്റ് തന്നോളൂ എന്നൊക്കെ പറയുന്ന ഏർപ്പാട് നമുക്ക് പറ്റിക്കാനുള്ളതാണ്. അതേപോലെ അവരതിൽ കർക്കശം പിടിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അതിൽ കൂടുതൽ അവരിൽ നമുക്ക് നല്ലതാണെന്ന് വിചാരിക്കാം. അപ്പോൾ പിന്നെ കാണുമ്പോൾ ഉള്ളൊരു അപ്പിയറൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കുക. അതിൻ്റെ ഹെവിനെസ് കൊണ്ട് നമുക്ക് അറിയാൻ പറ്റും. വെയിറ്റ് ഉണ്ടാവും ആവശ്യത്തിന്, അതിൻ്റെതായ ഒരു വെയിറ്റ്. ഓരോന്നിനും ഓരോ തരം വെയിറ്റ് ആണ്. അതെ അതെ. പിന്നെ വെള്ളത്തിലിട്ട് നോക്കാം. വെള്ളത്തിലിട്ട് നോക്കിയാൽ അത് വെള്ളത്തിലിടേണ്ട ആവശ്യമില്ല. നമുക്ക് കൈയെടുക്കുമ്പോൾ തന്നെ അറിയാം അത് വെള്ളത്തിലിട്ടാ പൊങ്ങി കിടക്കാനാണ് ലൈവ് ആണോന്ന് അറിയാൻ പറ്റും. ശരിക്കും അറിയണമെങ്കിൽ നമ്മൾ ആ സാധനത്തിൻ്റെ എക്സ്റേ എടുക്കണം. സയന്റിഫിക് ആയിട്ടുള്ള അറിവ് എക്സ്റേ എടുത്ത് നോക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്തറിയും, നമ്മൾ മനുഷ്യനെ എക്സ്റേ എടുക്കുന്ന അതേ പദ്ധതി തന്നെ. അല്ല, നമ്മൾ ആശുപത്രി പോയിട്ട് നെഞ്ചും കൂടിന്റെ എക്സ്റേ എടുക്കൂലേ, എക്സ്റേ മെഷീൻ പോലെ. എക്സ്റേ മെഷീനിൽ പോയിട്ട് ലാബുകാരെ സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് ലാബിൽ എക്സ്റേ എടുക്കാം. എക്സ്റേ എടുക്കുമ്പോൾ ആകെ അറിയാൻ പറ്റുന്നത് അതിൽ നിന്ന് ഫുള്ളായിട്ട് അറിയുന്നല്ല. ഇത് 12 മുഖ രുദ്രാക്ഷമാണെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ അകത്ത് 12 പരിപ്പുണ്ട് എന്നുള്ളത് എക്സ്റേയിൽ കാണാൻ പറ്റും. എല്ലാത്തിലും കൃത്യമായി 12 പരിപ്പ് ഉണ്ടാവണമെന്ന് നിർബന്ധവുമില്ല. ചിലപ്പോൾ ഒരു 2 പരിപ്പൊക്കെ ഔട്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള പൈസയും മേടിക്കേണ്ടാവുള്ളൂ അവർ. ഫുള്ളായിട്ടും 12 മുഖവും തെളിഞ്ഞ് കാണുന്ന വലിയ ബോൾഡായിട്ട് കാണുന്നതാണെങ്കിൽ അതിനെ പത്ഥർ രുദ്രാക്ഷം എന്ന് പറഞ്ഞിട്ട് അതിന് സ്പെഷ്യൽ റേറ്റ് മേടിക്കും. കളക്ടർ രുദ്രാക്ഷം എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യൽ റേറ്റ് മേടിക്കും. അപ്പോൾ നമുക്കത് മതി. 12 മുഖത്തിൻ്റെ ഓൾമോസ്റ്റ് 10 മുഖം 10ഉം 11 മുഖങ്ങളൊക്കെ കാണാനുണ്ട്. അല്ലെങ്കിൽ 8ന് മുകളിലേക്കൊക്കെ നമുക്ക് ലൈവായിട്ട് നല്ല സൂപ്പറായിട്ട് കിട്ടുന്നുണ്ട്. ബാക്കിയൊക്കെ ഒത്തിരി ചെറുതാണെങ്കിൽ അവിടെ ഉണ്ട്. മുഴുവനായിട്ടും പോവില്ല, കുറച്ചു കുറയും. പക്ഷെ അത് പ്രകൃതി അങ്ങനെ നമുക്ക് തന്നോളൂ, നമ്മൾ ആ പൈസ അതിന് കൊടുത്തോളൂ. സ്കാൻ ചെയ്ത് വാങ്ങിക്കാനായിട്ട് നോക്കിയാൽ അതിനുണ്ട് പ്രയാസം. നമ്മൾ ബൾക്കായിട്ട് വാങ്ങിക്കണതിനെ ഓരോന്നിനെയും സ്കാൻ ചെയ്ത് കിട്ടാൻ നമ്മൾ കാത്തു നിൽക്കേണ്ടതുണ്ട്. ഒരുപാട് സമയം അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഒരെണ്ണമായിട്ട് വാങ്ങിക്കുമ്പോഴും നമ്മളിത് സ്കാൻ ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇതിനെ അങ്ങനെ വച്ച് ഫീസ് കൂടുതൽ കൊടുക്കണം. അതിന് പേയ്മെന്റ് നമ്മൾ കൂടുതൽ കൊടുക്കണം. ഇല്ല, സ്കാനിങ് പുറത്തുനിന്ന് തന്നെ ചെയ്ത് വരണം. വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ അതിന് പണിയാ. ഈ കായ തന്നെയാണ് സ്കാൻ ചെയ്ത് തന്നതെന്ന് എന്താ ഉറപ്പ്? സ്കാൻ ചെയ്ത ഫിലിമും കിട്ടും ചിലപ്പോൾ. ഈ കായ തന്നെയാണ് ഈ സ്കാൻ ചെയ്ത് തന്നേക്കണതെന്ന് നമുക്ക് ഉറപ്പില്ലല്ലോ. കോസ്മോക്കി അതുകൊണ്ട് ഈ സർട്ടിഫിക്കറ്റുകളെ കുറിച്ചിട്ടൊന്നും ബോധേടല്ല. കാരണം നമുക്ക് നല്ല സാധനങ്ങളെ ആളുകൾക്ക് കൊടുത്തിട്ട് അവർക്ക് എഫക്റ്റ് ഉണ്ടായി, അവർക്ക് ഉണ്ടാവുന്ന ജീവിതത്തിലെ പരിവർത്തനമാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. ബിസിനസ്സിലെ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ല ഇത്. എല്ലാവരെയും രുദ്രാക്ഷം ധരിപ്പിക്കുക, എല്ലാവർക്കും ഇതിൻ്റെ ഗുണഫലം അനുഭവിപ്പിക്കുക, അതിനുശേഷം അവരുടെ പരമ്പരയിൽ ഇത് പറയുക. ഇതാണ് നമ്മുടെ ആവശ്യം. കോസ്മോക്കി ഇത് എത്ര കാലം ഉണ്ടാവും? ഞാനുള്ള കാലം ചിലപ്പോൾ ഉണ്ടാവും. ഇത്തരം ഒരു കാര്യം ചെയ്യുമ്പോൾ ഇപ്പോൾ കോസ്മോക്കിയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു പോയാൽ അത് ആ കർമ്മദോഷവും കൂടെ നമുക്ക് സാറിന് തന്നെയാണ് ലഭിക്കുകയല്ലേ. അപ്പോൾ പിന്നെ അതൊരിക്കലും അങ്ങനെ വരില്ല. നമ്മുടെ ഒറ്റ ഒരു ലക്ഷ്യമുള്ളൂ. കോസ്മോക്കി ഈ മാഡത്തിൻ്റെ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ രുദ്രാക്ഷം ധരിപ്പിച്ച ആളാണെന്ന് പറഞ്ഞപ്പോൾ ചിലർക്ക് ഇഷ്ടമായില്ല. പോട്ടെ, അത് സത്യവുമല്ലല്ലോ, ഞാനല്ലല്ലോ. പക്ഷേ ഒന്നുണ്ട് അതിന്, അത് എൻ്റെ ലക്ഷ്യവുമാണ്. ശരിയായ രീതിയിൽ കേരളത്തിനെ അല്ല ഭാരതത്തിനെ രുദ്രാക്ഷം ധരിപ്പിക്കുക എന്നത് തന്നെയാണ് കോസ്മോക്കിയുടെ ലക്ഷ്യം. ആ ആവശ്യം മുൻനിർത്തി തന്നെയാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ ഒരു കോംപ്രമൈസും ഇല്ല. അവർക്ക് റിസൾട്ട് ഉണ്ടാവുക തന്നെ വേണം. അവർക്ക് ശരിയായ രീതിയിൽ പ്രവർത്തിക്കണം. അവരവരുടെ മക്കളോട് പറയണം രുദ്രാക്ഷം ധരിച്ചാൽ ഗുണമുണ്ട് മക്കളെ. അവരെ ചെറിയ പ്രായത്തിൽ തന്നെ അച്ഛനമ്മമാർ ധരിപ്പിക്കാൻ തുടങ്ങണം.
ആ ഒരു ബ്ലാങ്ക് ആണ് ഞാനിപ്പോൾ ഇവിടെ നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഏതോ ഈ നമ്മുടെ കാലത്തെ മുഴുവൻ അച്ഛനമ്മമാർക്കും ഇതിനെക്കുറിച്ച് ഒരു ധാരണ ഇല്ലാണ്ടായിപ്പോയി. അവരവരുടെ മക്കളോട് ഒരു അച്ഛനും ഇതുവരെ ഒരു മക്കളോടും രുദ്രാക്ഷം ധരിച്ചാൽ നല്ലതാണ്, എനിക്ക് അനുഭവം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ അനുഭവം നമുക്കില്ല. അങ്ങനത്തെ ഒരു ഹിസ്റ്ററി ഇല്ലല്ലോ. ഇത് ഊണ് കഴിച്ചാൽ നല്ലതാണെന്നും പാൽ കുടിച്ചാൽ നല്ല ഗുണം ഉണ്ടെന്നും വിറ്റാമിൻ ഗുളികകൾ കഴിച്ച് കഴിഞ്ഞാൽ ഗുണം കിട്ടുമെന്നൊക്കെ അച്ഛനമ്മമാർ മക്കളെ പഠിപ്പിക്കണില്ലേ? ഇതേപോലെ സ്വാഭാവികമായിട്ട് ഇത് പ്രചരിച്ച് വരേണ്ടിയിരുന്നതാണ്. അത് വലിയ ഗ്യാപ്പ് വന്നു പോയേക്കണു. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അത് പറഞ്ഞാലും സാർ ഇപ്പോൾ കോസ്മോക്ക് ഹീലിംഗ് സൊല്യൂഷൻസ് നടത്തി കുറേ വർഷങ്ങളായി എക്സിബിഷൻസ് നടത്തിയിട്ടുണ്ട്. രുദ്രാക്ഷവും സാർ അവിടെ നൽകാറുണ്ട്. അതുപോലെ തന്നെ സാർ നേരത്തെ പറഞ്ഞ പോലെ പഞ്ചഗവ്യ ഒരുപാട് കാര്യങ്ങൾ നൽകിയിട്ടുള്ള വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ ഒരുപാട് പ്രഷ്യസ് സ്റ്റോൺസ്, ഒരുപാട് ജെം സ്റ്റോൺസും ഒക്കെ കോസ്മോക്ക് ഞാൻ സെമി പ്രഷ്യസ് സ്റ്റോൺസ് ആണ് കൂടുതലായിട്ട് കൈകാര്യം ചെയ്തിട്ടുള്ളത്. പക്ഷെ എപ്പോഴും രുദ്രാക്ഷത്തിന് തന്നെയാണ് കൂടുതൽ ഡിമാൻഡ് ഉള്ളതായിട്ട് തോന്നിയിട്ടുള്ളത് അല്ലേ? എന്നും തന്നെ അതിനോട് പ്രത്യേക ഒരു ഡിവിനിറ്റി എല്ലാവരും കൽപ്പിക്കാറുണ്ട് അല്ലേ? അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതെ, അത് ഒരു ദിവ്യ വസ്തു ആയതുകൊണ്ട് ആനയെ നോക്കുന്ന പോലെയും ഒക്കെയാണ് ആളുകൾ. പിന്നെ അത് മാത്രമല്ല, ഏതൊരു മതസ്ഥർക്കാണെങ്കിലും ധരിക്കണം. ഇപ്പം ശിവഭഗവാൻ ധരിച്ചുകൊണ്ട് ഹിന്ദുസ് മാത്രമേ ധരിക്കാവൂ അങ്ങനെയുള്ള ചിന്തയൊന്നും അങ്ങനെ ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ആളുകൾ അങ്ങനെ വിചാരിക്കണ്ടാവാം. പക്ഷെ യുക്തി അറിയാവുന്ന ആളുകൾ അതൊക്കെ മറികടന്ന ആളുകൾ വന്നു തുടങ്ങി. ഏത് മതസ്ഥർക്കും ഏത് എല്ലാ മതത്തിൽ നിന്നുള്ള ആളുകളും ധരിക്കാൻ വരുന്നുണ്ട്. അത് കൂടാതെ തന്നെ സാർ ഒരിക്കൽ പറയുകയും ചെയ്തതാണ്, ഈവൻ മൃഗങ്ങൾക്ക് പോലും അല്ലേ? അതെ, പെറ്റ്സിനെ കൂടി രുദ്രാക്ഷം ധരിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വീട്ടില് പശുക്കളുണ്ട്, അല്ലെങ്കിൽ കാളയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഡോഗ്സ്, അല്ലെങ്കിൽ ആർക്കാണെങ്കിലും അല്ലേ, അവർക്ക് മൃഗങ്ങൾക്ക് ധരിക്കാവുന്നതാണ് അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. അല്ല, വീടിന് വേണമെങ്കിലും എനിക്ക് തോന്നുന്നൊരു പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ അതിന് 10 രുദ്രാക്ഷത്തിനെ, ഗൗരീശങ്കർ രുദ്രാക്ഷത്തിനെയൊക്കെ വീട്ടിൽ വെച്ച് പൂജിക്കാൻ വേണ്ടിയിട്ട് വ്യവസ്ഥ പുസ്തകങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബിസിനസ് സ്ഥാപനങ്ങൾ അവിടെ വയ്ക്കാൻ പറ്റും. അവിടെ വയ്ക്കാം. ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും എന്ത് കാര്യങ്ങളാണെങ്കിലും അവിടെയൊക്കെ നമുക്ക് ഈ ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ അല്ലെ, കവചം എന്നുള്ള രീതിയിൽ നമുക്ക് രുദ്രാക്ഷം വെക്കാൻ പറ്റും. പക്ഷേ ഈ പറഞ്ഞ മെയിൻ്റനൻസ് ഒക്കെ അതിനുണ്ട്. അത് ചെയ്തുകൊണ്ടിരിക്കണം. ഏത് കാര്യമാണെങ്കിലും നമ്മളത് നോക്കണം, അതിൻ്റെ ഫലമുണ്ടോ, ഇപ്പോഴും അത് ഫലവത്തായിട്ട് കൊണ്ടുപോകാൻ. പിന്നെ അതുപോലെ സാറ് പറഞ്ഞ പരിചരണം, നമ്മൾ ശരിയായ രീതിയിൽ അതിനെ നാൽപ്പാമരാതി അല്ലെ വെള്ളത്തിൽ കഷായം ഉണ്ടാക്കി അതിലിട്ട് വെച്ച് അത് ഒരു ദിവസം മുഴുവൻ വെക്കണം. അല്ല, വേണ്ട, ഒരു ഓവർനൈറ്റ് ഇട്ട് വെച്ചാൽ മതി. നാൽപ്പാമര കഷായം നമുക്ക് നാൽപ്പാമര പൊടി അല്ലെങ്കിൽ നാൽപ്പാമര തൊലി അത് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. വെള്ളത്തിൽ തിളപ്പിക്കണം. അത് കുറച്ച് പൊടിയിട്ട് ഒരു 2 പിഞ്ച് ഇട്ട് വെള്ളത്തിൽ ആ രുദ്രാക്ഷം എത്രയുണ്ടോ അത് മുങ്ങി കിടക്കാൻ പാകത്തിന് അത്രയും വെള്ളം തിളപ്പിച്ച് ആ തിളപ്പിച്ച വെള്ളത്തിൽ ഇതിട്ട് വയ്ക്കുകയോ അല്ലെങ്കിൽ ഇതിട്ട് തിളപ്പിച്ചെടുക്കുകയോ ചെയ്താൽ കഷായമായി. ആ കഷായത്തിൽ ഒരു വെള്ളം തണുത്തതിന് ശേഷം ഒരു ഓവർനൈറ്റ് ഇട്ട് വയ്ക്കുക. രാവിലെ നമുക്കത് നല്ല വെള്ളത്തിൽ കഴുകി അത് മുങ്ങി കിടക്കുന്ന രീതി. രുദ്രാക്ഷം അങ്ങനെ കോമ്പിനേഷൻ ചെയ്തേക്കുന്നത് പൊങ്ങി കിടക്കില്ല, എല്ലാം കൂടി താഴ്ന്നു പോകും. അപ്പം അതുകൊണ്ട് അതിനെ കുറിച്ചൊന്നും ബോധർ ചെയ്യണ്ട. അത് കഴിഞ്ഞ് തുടച്ച് വീണ്ടും നല്ല തുണിയിൽ തുടച്ച് ധരിച്ചോളും. നല്ലവണ്ണം ആ വെള്ളത്തിൻ്റെ അംശം വിട്ടുപോയതിന് ശേഷം മാത്രം ഇത് എണ്ണയിലും ഇടണം. അതുപോലെ തന്നെ എണ്ണയിലിടുന്നതിന് ഒരു ദിവസമില്ല, അല്ല, നല്ലോണം ഉണങ്ങിയതിന് ശേഷം. എങ്ങനെയാണ് ഉണങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട്, നമ്മുടെ വെതർ കണ്ടീഷൻ പോലെയാണ്. നല്ലോണം മഴക്കാലമൊക്കെ ആണെങ്കിൽ ഉണങ്ങി കിട്ടാൻ കുറച്ച് ദിവസം എടുക്കും. വെയിലത്ത് വെച്ച് ഉണക്കാൻ കുറച്ച് സമയം വെയിലത്ത് വെച്ചാൽ അത് ഉണങ്ങി കിട്ടുകയും ചെയ്യും. എന്നിട്ട് അത് എണ്ണയിലിട്ട് വെക്കണം. അതിന് എണ്ണയിൽ എത്ര ദിവസം ഇടണം എന്നുള്ളൊരു ഞാനൊരു തീരുമാനം പറയണില്ല. എത്ര ദിവസം ഇട്ടാലും നല്ലതാണ്. നിങ്ങൾക്ക് എപ്പോഴാണോ തിരിച്ചെടുക്കണം ഇടണം എന്ന് തോന്നണത് അപ്പോൾ ഇട്ടോളൂ. അതുവരെയൊക്കെ എണ്ണയിലിട്ടോളൂ. എത്ര ദിവസം കൂടുതലിട്ടാലും എണ്ണ കുടിച്ച് അത് സ്ട്രോങ് ആവുകയുള്ളൂ. എണ്ണ അതിൻ്റെ ക്യൂറിങ് ഏജൻറ്റാണ്. ഈ 2 കാര്യങ്ങൾ ചെയ്യണം. അത് മാത്രമല്ല, ഇതിൽ സോപ്പ് പറ്റിയിരിക്കാൻ പാടില്ല. കുളിക്കുമ്പോൾ ധരിക്കാമോ എന്ന് എല്ലാവരും ചോദിക്കണം കേൾക്കാം. കുളിക്കുമ്പോൾ ധരിക്കണം നല്ലതാണ്. പക്ഷേ നമ്മൾ ഷവറിൽ കുളിച്ച് സോപ്പ് തേച്ചൊക്കെ കുളിക്കുമ്പോൾ ആ സമയത്ത് അതിൽ നിന്നുണ്ടാകുന്ന ആ സോപ്പിൻ്റെ പതയൊക്കെ ഇതിൽ പറ്റിയിരുന്നു കഴിഞ്ഞാൽ അഴുക്കായി. അതിൽ വേർപ്പ് പറ്റിയിരുന്നാൽ ഇത് അഴുക്കായി. വേർപ്പിൽ നിന്നുള്ള ഉപ്പ് അതിൽ പറ്റിയിരിക്കും. ഇതൊക്കെ നമുക്ക് പീരിയോഡിക്കലി നമ്മൾ അങ്ങനെ കാണുമ്പോൾ അഗ്ലിയായിട്ട് തോന്നുമ്പോൾ അത് നല്ല പല്ല് തേക്കുന്ന ബ്രഷ് പോലത്തെ ഒരു സാധനം എടുത്ത് വെച്ചിട്ട് പുതിയൊരു ബ്രഷ് വെച്ചിട്ട് അത് വെച്ചിട്ട് വൃത്തിയാക്കണം. വേണമെങ്കിൽ ഷാമ്പു ചെയ്തോളൂ, കുഴപ്പമില്ല. ഷാമ്പു ചെയ്ത് അതിൻ്റെ അകത്തുനിന്ന് ആ ചെളിയൊക്കെ ഇളക്കി കളഞ്ഞ് വൃത്തിയാക്കി കൈകാര്യം ചെയ്ത് വെക്കണം. എന്നാൽ ഇതേപോലെ തന്നെ ഇതിനേക്കാളും ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയിലാണ് ഇതിൽ ചന്ദനം പറ്റാൻ പാടില്ല, ഇതിൽ കുങ്കുമം പറ്റിയിരിക്കാൻ പാടില്ല. സോപ്പ് പോലെ തന്നെയാണ് രുദ്രാക്ഷത്തിനെ പൂജിക്കാൻ ഈ വക സാധനങ്ങളൊന്നും ഉപയോഗിക്കരുത്. ചന്ദനം ഭസ്മത്തിൽ ഇട്ട് വെക്കണമെന്ന് ചിലവർ വിചാരിച്ചിട്ടുണ്ട്. അത് തെറ്റാണ്. ഭസ്മത്തിൽ ഇട്ട് വയ്ക്കുകയോ ഭസ്മം അതിൽ പറ്റി പിടിക്കുകയോ ചന്ദനം പറ്റി പിടിക്കുകയോ കുങ്കുമം പറ്റി പിടിക്കുകയോ ചെയ്താൽ മുമ്പ് അഴുക്ക് കണ്ടപ്പോൾ ചെയ്തതുപോലെ കഴുകി കളഞ്ഞുകൊള്ളണം. അല്ലാത്ത പക്ഷം ഈ
അതിൻ്റെ അകത്ത് നമ്മൾ എണ്ണ കൊടുത്ത് വികസിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ആ പരിപ്പുണ്ടല്ലോ ഉള്ളിലത്തെ രുദ്രാക്ഷത്തിൻ്റെ അകത്തെ പരിപ്പ് അത് ഡ്രൈ ആയിപ്പോവും. ഈ ഭസ്മവും ചന്ദനവും കുങ്കുമവും ഒക്കെ അന്തരീക്ഷത്തിൽ ചൂട് കൊണ്ട് ഉണങ്ങുമ്പോൾ രുദ്രാക്ഷക്കായൻ്റെ ഉള്ളിലുള്ള നീരിനകത്ത് പുറത്തേക്ക് വലിച്ചെടുക്കുന്നത്, പുറത്തേക്ക് സക്ക് ചെയ്യും. അപ്പോൾ അകത്തുള്ള പരിപ്പ് വരണ്ടു പോകും. വരണ്ട് ആ പരിപ്പില്ലാണ്ടായി പോവും. ഈ കവർ മാത്രം, രുദ്രാക്ഷം എന്ന് പറയുന്ന ഈ കവർ മാത്രമായി പോകും. അകത്തെ പരിപ്പില്ലാത്ത രുദ്രാക്ഷം നമുക്ക് കിട്ടുമ്പോൾ മുമ്പ് ചോദിച്ചതുപോലെ എഫക്റ്റീവ് അല്ലാത്ത രുദ്രാക്ഷധാരണമായി പോകും. അപ്പോൾ ശരിക്കും എത്ര നാൾ കൂടുമ്പോഴാണ് നമ്മൾ ഇതൊന്ന് അതിനെ ക്ലെൻസ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കൽ നാൽപ്പാമരത്തിൽ ശുദ്ധി ചെയ്തിരിക്കണം. എണ്ണ കുറയുമ്പോൾ എണ്ണ കൊടുക്കണം, അത്രേ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അത് വൃത്തികേടായി തോന്നുന്ന സമയത്ത് അത് എണ്ണയിലിടുന്നത് മാസത്തിലൊരിക്കൽ റെഗുലറായിട്ട് ചെയ്തുകൊണ്ട് പോയാൽ അത്രയും നല്ലത്. ദീർഘകാലത്തേക്ക് നമുക്കത് ഈ തരത്തിൽ അത് പരിചരിച്ചാൽ 1000 കൊല്ലം നമ്മുടെ കയ്യിൽ കൂടെ ഉണ്ടാവും ആവശ്യമുണ്ടെങ്കിൽ. ഇതൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ഗുണം അതുപോലെ ഇരിക്കുള്ളൂ, അതുപോലെ അതില്ലാണ്ടായി പോകും.